ഇൻസിനേറ്റർ SS ഉപയോഗിച്ച് ചെയ്താണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉണ്ടാക്കി ഇന്നലെ അതിനകത്ത് കത്തിച്ച് നല്ലപോലെ ഇത് കത്തി. പിന്നെ ഇപ്പോൾ രണ്ടാമത് കത്തിക്കാനായിട്ട് ഞാൻ അതിനകത്ത് ചവറൊക്കെ ഇട്ടിരിക്കുക ഇട്ടുകൊണ്ടിരിക്കുക. ഇൻസിനേറ്റർ നമ്മൾ മേടിക്കണമെങ്കിൽ 30,000 കൊടുക്കണം. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധാരണ ഇരുമ്പിൻ്റെയൊക്കെ 6,000 കിട്ടും. അതൊക്കെ തുരുമ്പെടുത്തു. ഇതാകുമ്പോൾ പിന്നെ തുരുമ്പൊന്നും എടുക്കില്ല, മഴയത്തിരുന്നാലും കുഴപ്പമില്ല. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത് ഫുള്ള്. ഇതിൽ കത്തിച്ചിട്ടുണ്ട് ആകെ കണ്ടപ്പോൾ ഇതുണ്ട് നല്ലപോലെ കത്തി. സ്റ്റീൽ ഒക്കെ കൊണ്ട് കത്തി ചുമന്ന കളറായ സ്റ്റീലൊക്കെ നല്ല ഫോഴ്സിൽ കത്തിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരെ കത്തിക്കാൻ പറ്റും. ഇത് ചെറിയ വീടുകളാണ്, പ്രത്യേകിച്ച് ചെറിയ വീടുകൾക്ക് കത്തിക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുകയാണല്ലോ, പറമ്പിൽ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇത് പറഞ്ഞാൽ അത്യാവശ്യമാണ് ഇൻസിനേറ്റർ എന്നുള്ള സാധനം. നമ്മൾ പുറമെ ഇത് മേടിക്കാൻ സാധാരണക്കാർക്ക് താങ്ങില്ല, 30,000 കൊടുത്ത് മേടിക്കാനും മുതലാവില്ല. ഇത് ഇപ്പോൾ ഞാനത് ഉണ്ടാക്കിയതാണ്, ഒരാൾക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇൻസിനേറ്റർ ഇത് ഷീറ്റ് ഇതുപോലെ ഇതിൻ്റെ കമ്പനിയിൽ തന്നെ വളച്ച് കിട്ടും. പിന്നെ കുറച്ച് സ്പോട്ട് ചെയ്യാൻ ഒരു വെൽഡറെ വിളിച്ച് കഴിഞ്ഞാൽ സ്പോട്ട് ചെയ്യിക്കാനും പറ്റും. പ്രാവശ്യം സിമ്പിൾ പരിപാടിയാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ ഒരു കത്തിക്ക് കാണിച്ചു തരാം കേട്ടോ. കടലാസ് കത്തിച്ചിട്ട് കൊടുക്കാം. സത്തില്ല. ഒരു കടലാസ് കത്തിച്ചിട്ടാണ് ഞാൻ എന്നാലും കത്തിക്കോളും. പിന്നെ ഇങ്ങനെ ഇടണനുസരിച്ച് അതിന് കപ്പാസിറ്റി ഒന്നുമില്ല, എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കത്തനനുസരിച്ച് ഇട്ടുകൊണ്ട് വരുന്നതായി കത്തിക്കോളും, കത്തി തീർന്നോളും. നല്ല പോലെ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പുകയുണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പുക ഉണ്ടാവുള്ളൂ, പിന്നെ കത്തി പിടിച്ച് പിന്നെ അങ്ങോട്ട് ആളി കത്തിക്കോളും, പിന്നെ പുക ഉണ്ടാവില്ല. കണ്ട ഉള്ളിൽ നിന്ന് എയർ വലിക്കണോണ്ടാണ് ഇങ്ങനെ പോകണ്ട. ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എയർ വലിക്കുക. അവിടെ നിന്ന് എയർ വലിച്ചിട്ടാണ് കത്തണത്. എയറിൻ്റെ പ്രഷറിലാണ് തന്നെ കത്തണത്. ഇതെല്ലാം കത്തി കണ്ട. ഇതിനകത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം പോയി, എല്ലാം കത്തിപ്പോയി. ഇത് സ്ഥലവും അധികം ഇല്ലാത്തതുകൊണ്ട് പറമ്പിലൊന്നും ഇടാൻ പറ്റും. പെട്ടെന്ന് ദ്രവിച്ചു പോവുകയില്ല ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകളൊന്നും. പ്രത്യേകിച്ച് ഫംഗസ് വന്ന തണ്ടുകളൊക്കെ പറമ്പിലിടുന്നതൊന്നും നല്ലതുമല്ല. അപ്പോൾ അതിന് വീണ്ടും പകരാനുള്ള സാധ്യത ഉണ്ടാവും. നമുക്ക് കത്തിച്ച് കളയാനേ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിനേറ്റർ പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് എല്ലാവർക്കും ആവശ്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിനെ കത്തിക്കാനായിട്ട് നല്ലതാണ്. നന്നായിട്ട് കത്തിക്കോളൂ, പച്ചനായിട്ട് കത്തിക്കോളും. ഇപ്പോഴും തീയുണ്ട് അതിനുള്ളിൽ, വേണ്ട തീയുണ്ട്, ഇത് തീ കത്തുന്നുണ്ട്. എന്താ ചാരന് പൊടി ചാരായി മാറും എല്ലാം കത്തിയിട്ട്. ഞാൻ ഉണ്ടാക്കിയ എനിക്ക് ചിലവൊന്നുമില്ല. ഇത് വെയിലിൻ്റെ അടിച്ചിട്ട് കുറച്ച് ചെറിയ മഞ്ഞപ്പുണ്ട് കേട്ടോ. അതിന് കുറച്ച് മഞ്ഞപ്പൊന്നുണ്ട്. വെയിലടിക്കുന്ന ഭാഗത്താണ്. മിറാക്കിൾ ഗ്രീൻ മിറാക്കിൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ.
കുറവാണ്, ഒന്നും കാര്യമായിട്ടില്ല. വീഡിയോയിൽ കാണുമ്പോൾ നല്ലപോലെ മഞ്ഞപ്പുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്ര ഇല്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നല്ല മഞ്ഞപ്പായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത്ര നേരിട്ട് കാണുമ്പോൾ അത്ര മഞ്ഞപ്പില്ല. ഇത് മഞ്ഞപ്പില്ലാത്ത ഭാഗമാണ്, വെയിൽ ശരിക്കും അടിക്കാത്ത ഭാഗത്ത് മഞ്ഞപ്പില്ല. പിന്നെ അസുഖങ്ങളുണ്ടായിരുന്നെല്ലാം മാറി, അസുഖങ്ങൾ ഉണ്ടായിരുന്നൊക്കെ മരുന്നടിച്ചിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഇനി ഫംഗസ് രോഗം വന്നിരുന്നു, അതെല്ലാം മാറിയപ്പോൾ മുറ്റത്തിന് അങ്ങനെ അസുഖങ്ങളൊന്നും കാര്യമായിട്ടില്ല. പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്നുണ്ട് നല്ല നന്നായിട്ട്. വെള്ളത്തിൻ്റെ സംവിധാനവും ഉണ്ട്, ഓരോ ചട്ടിയിലും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ചട്ടിയിലൊക്കെ 2 പൈപ്പ് വെച്ചിട്ടുണ്ട്, 2 നോസിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചട്ടിയിലൊക്കെ ഓരോ നോസിൽ, എല്ലാത്തിനും മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും അതിന് വെള്ളം കിട്ടിക്കോളും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. എല്ലാ ചട്ടിയിലും വെള്ളം വീഴുന്നുണ്ട്, പൈപ്പ് വെച്ചിട്ടുണ്ട്. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും വെള്ളം കിട്ടും. ഇതിനൊക്കെ ബ്രാഞ്ചസ് വരേണ്ട സമയമാണ് ഇപ്പോൾ. എല്ലാത്തിനും വെള്ളം വീഴുന്നുണ്ടല്ലോ, ഇതൊക്കെ വെള്ളം വീഴുന്നുണ്ട്. ചട്ടിയിൽ വെള്ളമുണ്ട്, പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാർച്ചിൽ അതിന് പൂവിടുള്ളൂ. ജനുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴേക്കും ബ്രാഞ്ചസൊക്കെ വലുതാവും. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കൊണ്ട് സ്പ്രേ അടക്കുന്നുണ്ട്. ഇത് സി വെറൈറ്റി എന്ന് പറഞ്ഞ വെറൈറ്റിയില്ല, സി വെറൈറ്റി LD5 ഗ്രാഫ്റ്റ് ചെയ്തതാണ്. LD5 ആണ്. ഇസ്രായേലിയല്ലോ ഇപ്പം ഇത്തവണ മിക്കവാറും പൂവിടും. ഇപ്പോൾ 2 വർഷമായതാണ് ഇസ്രായേലിയല്ലോ. കഴിഞ്ഞ വർഷം പൂവിട്ടുണ്ടായില്ല, ഇത്തവണ പൂവിടാനുള്ള സാധ്യതയുണ്ട്. ജംബോ റെഡ് ബ്ലാക്ക് ആഫ്രിക്കൻ, അതും 2 വർഷമായി ഇങ്ങനെ പൂവിട്ടിട്ടില്ല. ഇത്തവണ ചിലപ്പോൾ പൂവിടാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രീസ് അങ്ങനെ വളർത്തിയാണ്, ഭയങ്കര മുള്ളാണ്. ട്രീസ് ഭയങ്കര മുള്ള. ഇത് തിക്കിങ് എന്ന് പറഞ്ഞാൽ തിക്കിങ്ങിന് മുള്ള കുറവാണ്, പക്ഷേ അതിൻ്റെ ഫ്രൂട്ടുമ്പോൾ മുള്ളുണ്ടാവും. ചെറിയ ഫ്രൂട്ടാണ്, മുള്ളുണ്ടാവും. തിക്കിങ് ഫ്രാങ്കിസ് റെഡിൻ്റെ മാറ്റി, ഫ്രാങ്കിസ് റെഡ് ഇത് മുള്ള് ഫ്രൂട്ടുമ്പോൾ ചെറുതായിട്ട് മുള്ളുണ്ടാവുന്നതാണ്. ഫ്രാങ്കിസ് റെഡിൻ്റെ പുറമെ ഓറഞ്ച് കളർ ഏകദേശം. ഇതൊക്കെ വെള്ളം സ്പ്രേ നടത്തുന്നുണ്ട്. ഞാൻ ചുറ്റിട്ട് ഒരു 5 മിനിറ്റ് നേരം ഓണാക്കുള്ളൂ. 5 മിനിറ്റ് നേരത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു എല്ലാ ചട്ടിയിലും. ഒബിയൻസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഒബിയൻസ് ഡോക്ടർ അതാണ് ഒബിയൻസ് ഡോക്ടർ. ഇതാണ് ഡാർക്ക് സ്റ്റാറിൻ്റെ കണ്ടോ, ഡാർക്ക് സ്റ്റാർ. ഇത് ISIS ഗോൾഡിൻ്റെ, ISIS ഗോൾഡ്. ഇത് G2 തോമസ്. എല്ലാ ചട്ടിയിലും വെള്ളം വീഴുന്നുണ്ട്.